വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതോടെ കപ്പൽ ഗതാഗത വ്യവസായ രംഗത്ത് വലിയ കുതിപ്പാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞം വഴി ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ കേരളവും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന തീരമായി മാറുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തുറമുഖങ്ങളുമായി ഇന്ത്യ സജീവമായതോടെ കൂടുതൽ കപ്പൽ കമ്പനികളും രാജ്യത്തെ തുറമുഖങ്ങളിലേക്ക് സർവീസ് നടത്താനുള്ള നീക്കത്തിലാണിപ്പോൾ. ഖത്തരി നാവിഗേഷൻ കമ്പനിയുമായി അഫിലിയേറ്റ് ചെയ്ത മിലാഹ ഗൾഫ് എക്സ്പ്രസ് 2 ദമാമിലെ കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തേക്ക് പുതിയ ഷിപ്പിംഗ് സർവീസായി ആരംഭിക്കുന്നതായി സൗദി തുറമുഖ അതോറിറ്റി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഈ സേവനം സൗദി അറേബ്യയെ ചൈനയുടെയും ഇന്ത്യയുടെയും തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. 3 ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ആഗോള ലോജിസ്റ്റിക് ഹബ്ബ് എന്ന നിലയിൽ കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തെ ഏകീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. തുറമുഖത്തിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ഷിപ്പിംഗ് ഏജന്റുമാർക്കുമുള്ള മത്സരക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മിലാഹ ഗൾഫ് എക്സ്പ്രസ് 2 സൗദി തുറമുഖ അതോറിറ്റിയിലേക്ക് സേവനം വ്യാപിപ്പിക്കുന്നത് തുറമുഖ വ്യാപാര രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായേക്കും. 105 ദശലക്ഷം ടൺ വരെ സാധനങ്ങളും കണ്ടെയ്നറുകളും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള 43 പൂർണ്ണമായും സർവീസ് ചെയ്തതും മികച്ച രീതിയിൽ സജ്ജീകരിച്ചതുമായ ബെർത്തുകളാണ് സൗദി തുറമുഖത്തിന്റെ സവിശേഷത. 80 ഇലക്ട്രിക് ട്രക്കുകൾ കൂടാതെ നിരവധി പ്രത്യേക സ്റ്റേഷനുകൾ, വിവിധ തരം സാധനങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന നൂതന ആധുനിക ഉപകരണങ്ങൾ എന്നിവയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ ഷിപ്പിംഗ് സർവീസ് കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തെ ചൈനയിലെ നിഗ്ബോ, ഷാങ്ഹായി, ഷേഖോയു എന്നിവയുൾപ്പെടെ 7 പ്രാദേശിക അന്തർദേശീയ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിലും മുംബൈയിലെ നവ ഷെവയും മുദ്രയുമാണ് ഈ പട്ടികയിൽ വരുന്നത്. ഭാവിയിൽ വിഴിഞ്ഞവും വരാനുള്ള സാധ്യതകൾ തള്ളാനാവില്ല. ഒമാനിൽ സൊഹാർ, ഖത്തറിലെ ഹമദും ഈ പട്ടികയിലുണ്ട്. 9000 സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകൾ വരെ ശേഷിയുള്ള പതിവ് ദ്വിമാസ ട്രിപ്പുകൾ സർവീസ് മിലാഹ ഗൾഫ് എക്സ്പ്രസ് ഈ തുറമുഖങ്ങൾക്കിടയിൽ നടത്തും. ഈ വർഷം കിങ് അബ്ദുൽ അസീസ് തുറമുഖത്തെ 21 അത്യാധുനിക ക്രെയിനുകൾ എത്തിച്ചിരുന്നു. ഇത് തുറമുഖത്തിന്റെ വികസനത്തിനും നവീകരണത്തിനും വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. പൂർണ്ണ ഉൽപാദനക്ഷമതയും ഉയർന്ന ദക്ഷതയുമുള്ള വിപുലമായതും വലുതുമായ കപ്പലുകൾ സ്വീകരിക്കാൻ കഴിവുള്ളതും വഴക്കമുള്ളതും സുസ്ഥിരവുമായ ലോജിസ്റ്റിക്സ് കേന്ദ്രമായി തുറമുഖത്തെ മാറ്റാനുള്ള ഭരണകൂടത്തിന്റെ ഭാഗമാണ് ഈ മാറ്റങ്ങളെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്.